നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും 80കളിലും 90കളിലും ദ കൂളസ്റ്റ് വൺ എന്ന പേരിൽ പ്രശസ്തമായ കെൽവിനേറ്റർ ഫ്രിഡ്ജ്. ആ 100 വർഷത്തിലേറെ പഴക്കമുള്ള ബ്രാൻഡിനെ ഇപ്പോൾ റിലയൻസ് റീറ്റെയിൽ സ്വന്തമാക്കിയിരിക്കുന്നു, വെറും 160 കോടി രൂപയ്ക്ക്. എന്നാൽ ഇതൊരു സാധാരണ ബിസിനസ് ഡീൽ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ഇത് സാംസങ്ങിനെയും LGയെയും പോലുള്ള ഭീമന്മാരെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള മുകേഷ് അംബാനിയുടെ വമ്പൻ പ്ലാനിന്റെ തുടക്കം മാത്രമാണ്. എന്താണ് അംബാനിയുടെ ഈ മാസ്റ്റർ പ്ലാൻ? നമുക്ക് വിശദമായി നോക്കാം. റിലയൻസിന്റെ ഗെയിം തുടങ്ങുന്നത് കെൽവിനേറ്ററിൽ നിന്നല്ല, അത് തുടങ്ങുന്നത് 2022-ലാണ്. അന്ന് 1670 കോടി രൂപ മുടക്കി റിലയൻസ് സാൻമിന എന്ന അമേരിക്കൻ ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനിയിൽ ഭൂരിഭാഗം ഓഹരികളും വാങ്ങി. ചെന്നൈയിൽ 1000 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ ഫാക്ടറി ഇവർക്കുണ്ട്. അതായത് യുദ്ധത്തിനുള്ള ആയുധപുര റിലയൻസ് നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരുന്നു. പിന്നാലെ 2024-ൽ അവർ സ്വന്തമായ ഒരു പുതിയ ബ്രാൻഡ് ഇറക്കി, വൈസർ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ എയർ കൂളറുകൾ പുറത്തിറക്കി. വൈകാതെ തന്നെ വൈസറിന്റെ ടിവിയും ഫ്രിഡ്ജും AC-യും വിപണിയിലെത്തും. റിലയൻസിന്റെ തന്ത്രം വളരെ വ്യക്തമാണ്. ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പുതിയ ഡിസൈനുകളും കുറഞ്ഞ വിലയുമായി വൈസർ. പഴയ തലമുറയുടെ വിശ്വാസം നേടിയെടുക്കാൻ നൊസ്റ്റാൾജിയയുടെ കരുത്തിൽ കെൽവിനേറ്റർ. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഹയർ, വേൾപൂൾ തുടങ്ങിയ വമ്പൻ കമ്പനികളെയും റിലയൻസ് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പോരാത്തതിന് ഒനീഡ ടിവികൾ നിർമ്മിക്കുന്ന MIRC ഇലക്ട്രോണിക്സുമായും ഡിക്സൺ ടെക്നോളജിയുമായും നിർമ്മാണ കരാറുകളിലും ഏർപ്പെട്ടു കഴിഞ്ഞു. ഇത് റിലയൻസിന്റെ സ്ഥിരം കളിയാണ്. ഓർമ്മയില്ലേ ക്യാമ്പകോളയുടെ കഥ? തകർന്നുപോയ ഒരു ബ്രാൻഡിനെ 22 കോടിക്ക് വാങ്ങി 1.5 വർഷം കൊണ്ട് 1000 കോടിയുടെ വിൽപ്പന നടത്തി കൊക്കോകോളയുടെയും പെപ്സിയുടെയും വിപണി വിഹിതത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കി. അതെങ്ങനെ സാധിച്ചു? വില കുറച്ചു, കടക്കാർക്ക് കൂടുതൽ ലാഭം കൊടുത്തു, IPL പോലുള്ള വലിയ വേദികളിൽ പരസ്യം നൽകി. ഇപ്പോൾ ഇതേ തന്ത്രം ഇലക്ട്രോണിക്സ് വിപണിയിലും പയറ്റുകയാണ്. ഇനി നമുക്ക് ചില ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്ക് വരാം. നമ്മുടെ വീട്ടിലിരിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ LG ഫ്രിഡ്ജിന്റെ കംപ്രസർ വരുന്നത് ചൈനയിൽ നിന്നാണ്. സാംസങ് AC-യുടെ പ്രധാന ഭാഗങ്ങൾ വരുന്നത് കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് നിർമ്മാണമല്ല, അസംബ്ലി മാത്രമാണ്. റെഫ്രിജറേറ്റർ, AC കംപ്രസറുകളുടെ 90-95%, TV പാനലുകളുടെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. സർക്കാർ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാൻ കോടികളുടെ സബ്സിഡി നൽകുമ്പോഴും കമ്പനികൾ ചെയ്യുന്നത് വിദേശത്ത് നിന്ന് ഭാഗങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ സ്ക്രൂ വെച്ച് മുറുക്കി മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റിക്കർ ഒട്ടിക്കുക മാത്രമാണ്. ഇവിടെയാണ് മുകേഷ് അംബാനിയുടെ നീക്കം വ്യത്യസ്തമാകുന്നത്. തുടക്കത്തിൽ റിലയൻസും അസംബ്ലി തന്നെയായിരിക്കും ചെയ്യുക. എന്നാൽ അവരുടെ ദീർഘകാല ലക്ഷ്യം അതല്ല. അവരുടെ പ്ലാൻ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ്. അതായത് വെറും അസംബ്ലിയിൽ ഒതുങ്ങാതെ കംപ്രസറുകളും മോട്ടോറുകളും കൺട്രോളർ സിസ്റ്റങ്ങളും സ്വന്തമായി നിർമ്മിക്കുക. അതിനുള്ള സാമ്പത്തിക ശേഷി റിലയൻസിനുണ്ട്. സാംസങ്ങും LGയും ഓരോ പദത്തിലും ലാഭം നോക്കുമ്പോൾ റിലയൻസിന് 10-15 വർഷം ലാഭമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും. അവരുടെ കയ്യിൽ ജിയോയുടെ 50 കോടി ഉപഭോക്താക്കളുടെ ഡാറ്റയുണ്ട്. ആളുകളുടെ വാങ്ങൽ ശീലങ്ങൾ, അവർ എന്ത് ഇഷ്ടപ്പെടുന്നു, എപ്പോൾ വാങ്ങുന്നു എന്നെല്ലാം കൃത്യമായി അറിയാം. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവർക്ക് കൃത്യമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും അത്ര സിമ്പിൾ അല്ല. സാംസങ്ങും LGയും വർഷങ്ങളായി ഈ വിപണി ഭരിക്കുന്നവരാണ്. അവർക്കും സാങ്കേതിക വിദ്യയും പണവും ഉണ്ട്. ഉപഭോക്താക്കൾക്കിടയിൽ വലിയ വിശ്വാസ്യതയുമുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കൺസ്യൂമർ ഡ്യൂറബിൾ മാർക്കറ്റ് 3 ലക്ഷം കോടിയുടേതായി വളരുമെന്നാണ് കണക്കുകൾ. ആ വലിയ വിപണിയിൽ ഒരു പ്രധാന ശക്തിയാകാൻ റിലയൻസിന് കഴിയുമെന്നാണ് 70% സാധ്യതയും. അപ്പോൾ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ആരുടെ കൂടെയാണ്? ടീം മുകേഷ് അംബാനിയോ അതോ ടീം സാംസങ് LGയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.